ഞങ്ങളീ പോകുന്നത് കമ്പാലത്തറ ഡാമിലോട്ടാണ്. വീട്ടിൽ നിന്ന് ഒരു 10 കിലോമീറ്ററിനുള്ളിൽ ഉണ്ടാവും. ഈ കമ്പാലത്തറ ഡാമിലോട്ട് പോകുന്ന വഴിക്ക് നേരെ ഓപ്പോസിറ്റ് ആണ് പെരുമാട്ടി റെസിഡൻസി. കരിമ്പനുകളുടെ നാടായ പാലക്കാട്ടിന്റെ ഭംഗി അറിയണമെങ്കിൽ തീർച്ചയായും വരേണ്ട ഒരു സ്ഥലമാണ് കമ്പാലത്തറ ഡാം. അത്രമേൽ മനോഹരമാണ് കമ്പാലത്തറ ഡാം. ഞങ്ങളീ പോയത് ഡാമല്ല കേട്ടോ, ഡാമിന്റെ കൈവഴിയാണ്. പേര് വെങ്കലക്കയം ഡാം. അങ്ങനെ ഡാമിന് തൊട്ടടുത്ത് വണ്ടി പാർക്ക് ചെയ്ത് കുറച്ച് റീൽസ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങ് നടന്നു. ഒരു 4 മണിക്ക് ശേഷമാണ് അങ്ങോട്ട് പോയത്. അത്യാവശ്യം മഴക്കാറുണ്ടായിരുന്നു. നാട്യംപുറത്തെ കുട്ടികൾ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി നടക്കുന്നുണ്ടായിരുന്നു അങ്ങോട്ട്. അത് കണ്ടപ്പോൾ എനിക്ക് എന്റെ ചെറുപ്പകാലമാണ് ഓർമ്മ വന്നത്. അങ്ങനെ കുറെ ടേക്കിന് ശേഷം അവിടെ നിന്ന് 2-3 വീഡിയോ എടുക്കാൻ പറ്റി. ഞങ്ങൾ പോയ സമയത്ത് അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ. അതുകൊണ്ട് തന്നെ കുറെ ടേക്ക് എടുത്ത് വീഡിയോ എടുക്കാനുള്ള സമയം ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയായിരുന്നു. ഡാമിന് തൊട്ടടുത്ത് തന്നെയാണ് കുട്ടികൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് പന്ത് ഡാമിനകത്ത് പോകുന്നുണ്ടായിരുന്നു. ആ പന്ത് എടുക്കുവാൻ വേണ്ടി കുട്ടികൾ ഡാമിനകത്ത് ചാടുന്നത് കാണാം. ഡാമിനകത്ത് ചാടുന്നത് അത്ര സേഫ് അല്ല കേട്ടോ. നല്ല മഴക്കാർ അടുത്ത് വരുന്നത് കണ്ട് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ മഴ വന്നായിരുന്നു. അതിനിടയിൽ ഞങ്ങൾക്ക് പണി കിട്ടി. കാറ് ചളിയിൽ പൂന്തി. വണ്ടി എടുക്കാൻ വേണ്ടി കുറെ ട്രൈ ചെയ്തായിരുന്നു, പക്ഷെ നടന്നില്ല. നല്ല മഴയും കൂടി ആയപ്പോൾ പെട്ടുപോയി എന്ന് വിചാരിച്ചു. എന്തോ ഭാഗത്തിന് അടുത്ത് കുറച്ച് ഏട്ടന്മാരുണ്ടായിരുന്നു. അവരെ ഹെൽപ്പിന് വിളിച്ച് വണ്ടി തള്ളിയപ്പോൾ വണ്ടി മൂവായി. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.